പതിവ് പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നേ. പിന്നെ പുറത്തോട്ട് ചാടി മുഖമൊക്കെ ഒന്ന് കഴുകി തുടച്ച് വെക്കുന്നുണ്ടേ. പിന്നെ 2 ഗ്ലാസ് കട്ടൻ ഇട്ടായിരുന്നു. എനിക്ക് പാൽ ചായയും ചേട്ടായിക്ക് കട്ടനുമാണ് ഇട്ടതേ. പിന്നെ എൻ്റെ ചായ തണുത്ത് പോയി ഒരു ഗ്ലാസ് എടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് കഞ്ഞിയൊക്കെ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞി വാർത്തു. പിന്നെ കുടിവെള്ളം വെച്ചു. ഉലുവവെള്ളമാണ് തിളപ്പിക്കുന്നത്. പിന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. പിന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചേർത്ത് കൊടുക്കലാണ് അടുത്ത പരിപാടി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലയൊക്കെ ഇട്ട് തട്ടിക്കൂട്ടൊരു പരിപ്പ് കറിയാണ്. പക്ഷേ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്നേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ്. പിന്നെ വള്ളിപ്പയറും മെഴുക്ക് പുരട്ടിയും വെച്ചു. പിന്നെ പതിവ് പോലെ ഞാനും കുഞ്ഞിനും കൂടെ ഒന്ന് കുളിച്ചിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാമെന്ന് വെച്ചു. പിരികു എഴുതിയൊരു പൊട്ടും തൊട്ടു. മുടിയൊന്ന് കെട്ടി വെച്ചു. തല കഴുകിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴും ജലദോഷമാണേ. ജലദോഷം എന്ന് പറയാൻ പറ്റില്ല, അലർജി ഉള്ളതാണേ, തുമ്മൽ. അതുകൊണ്ട് ഞാനിന്ന് തല കഴുകിയില്ല. ഇന്നലെ കഴുകിയതാണേ. പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് കയറി വന്നു. കുഞ്ഞാണൻ രാവിലെ തന്നെ ഭയങ്കര അലമ്പാണ്, ഉറങ്ങാൻ വേണ്ടിയാണേ. പിന്നെ ഞാൻ അവനുള്ള പാല് ചൂടാക്കി എടുക്കുന്നുണ്ടേ. പിന്നെ അത് ഞാൻ നിപ്പിൾ കുപ്പിലോട്ട് ഒഴിച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ ഉറക്കലാട്ടോ. കാരണം എന്ന് വെച്ചാൽ ആട്ടി വേണം ഉറക്കാൻ. പിന്നെ കിടത്തി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം, ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണ്, അതാണ് അവനിങ്ങനെ ബുദ്ധിമുട്ട്. പിന്നെ രാവിലെ തന്നെ ലൈറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ്, ഒരു പഴവും പിന്നെ ഒരു ചായയും പിന്നെ ഒരു ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുന്നത്. ഡയറ്റിലാട്ടോ. പിന്നെ കുഞ്ഞിന് ഞാൻ പഴവും മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പുറത്തോട്ട് ചാടി കുറച്ച് വിറകെല്ലാം പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം ചേട്ടാ ചെയ്ത് തരുന്നത്. ഈ പ്രാവശ്യം ചേട്ടായിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ പൊട്ടിക്കുന്നുണ്ടേ. ഇത് വില കൊടുത്ത് മേടിക്കുന്ന കേട്ടോ. 2 കെട്ടാണ് രണ്ടാഴ്ച കൂടുമ്പോൾ മേടിക്കുന്നതാണേ. പിന്നെ വിറകെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അകത്തോട്ട് കയറി വന്ന് കുഞ്ഞിനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവന് പഴം ഉടച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ തന്നെ ഒരു മൂഡ് ഓഫിലാണേ. അപ്പം 2 ദിവസമായിട്ട് തന്നെ നടത്തില്ല, ഭയങ്കര വഴക്കാണേ. നിലത്തൊന്നും ഇരിക്കുകയില്ല, എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം. പിന്നെ പഴം കൊടുത്തതിന് ശേഷം അവന് പനക്കൽക്കണ്ടം പൊടിച്ച് വെക്കലാണ് അടുത്ത പരിപാടി. ഇത് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്നതാണേ. കാരണം പാലിൻ്റെ അകത്തോ അല്ലെങ്കിൽ കുടിവെള്ളത്തിനും കൂടെ ശകലം ഇട്ട് കൊടുത്തില്ല അവൻ കുടിക്കത്തില്ല കേട്ടോ. പിന്നെ മിക്സി ഓണായിരുന്നു. ഞാൻ വെച്ചപ്പോഴത്തേന് ഇത് കറങ്ങി. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു വൈബ്രേഷൻ പോലെ അടിച്ചു. പിന്നെ ഇതിൻ്റെ പൊടിയാണ് കേട്ടോ ഈ പൊങ്ങുന്നത്. പിന്നെ ഞാനത് അവൻ്റെ പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കുന്നുണ്ടേ. പിന്നെ അത് അടച്ചും വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഉച്ചയായപ്പം പിന്നെ ഒന്നുകൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചോറ് കഴിക്കും കേട്ടോ. പരിപ്പ് ചാറും വള്ളിപ്പയറും മെഴുക്ക് പുരട്ടിയും പിന്നെ മുളക് ചമ്മന്തി ഉണ്ടേ. പിന്നെ എനിക്ക് ഇറച്ചി മീനൊന്നും എപ്പോഴും വേണമെന്നൊന്നുമില്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കും എന്നല്ലാതെ നിർബന്ധമൊന്നുമില്ല. പിന്നെ താഴത്തെ വീട്ടിൽ ചേച്ചി എന്നാണൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള പഴം പുഴുങ്ങിയതാട്ടോ. അത് കൊടുത്താൽ തിന്നോളും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പനക്കൽക്കണ്ട. അത് കുഞ്ഞിനുള്ളത് തന്നെയാണ്. ഇത് പാലില്ലാത്ത. പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കാൻ നേരമൊക്കെ ഇച്ചിരിച്ചായിട്ട് പൊടിച്ച് കൊടുത്താലേ അവൻ കുടിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ അത് ഞാൻ പൊടിച്ച് വെക്കാമെന്ന് വെച്ചാൽ മിക്സി ഓണായിരുന്നു കേട്ടോ. ഞാൻ കുത്തിയത് ഞെട്ടിപ്പോയി. ഒരു വൈബ്രേഷൻ പോലെ വന്നു. ഞാൻ ഓർത്തെല്ലാം തെറിച്ച് പോയെന്ന്. നല്ല പുകയാണേ. നന്നായി ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവൻ്റെ പാത്രത്തിലോട്ട് കോരിത്തട്ടുവാണ് കേട്ടോ. കാരണം ചിച്ചി ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവന് വെള്ളം കുടിക്കത്തൊന്നുമില്ല കേട്ടോ. ഭയങ്കര അടവാണേ. പിന്നെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ചു. അവന് പഴം കൊടുത്ത പാത്രം പിന്നെ
മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അപ്പം ആകുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെച്ചില്ല പിന്നെ ഇരട്ടി പണിയാകും. പിന്നെ ഞാനത് കയ്യോടെ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അടുക്കളയിലും മുറിഞ്ഞെടുക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണേ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്നുകൂടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഞാൻ ഇച്ചിരി ചോറിനെന്ന് വെച്ചു പരിപ്പിയാറും പിന്നെ പള്ളിപ്പയറും മെഴുക്കുവരട്ടിയും പിന്നെ മുളക് പൊടിച്ചതും ഉണ്ടായിരുന്നേ. നല്ല ചൂടാട്ടോ ഇവിടെ. ഉച്ച സമയത്താണെങ്കിലും രാവിലെ കുളിച്ചാലും വൈകുന്നേരം ഒന്നുകൂടെ മേല് കഴുകിയില്ല കിടന്നുറങ്ങാൻ പറ്റുകയില്ല. നല്ല ചൂടാണെന്ന് വെച്ചാൽ വിയർത്ത് ഒഴുകുവാണ്. പിന്നെ ചോറ് കഴിക്കുമ്പോൾ പ്രത്യേകം പറയാനില്ലല്ലോ. പിന്നെ അകത്തൊക്കെയാണ് പിന്നെ ഫാൻ ഇട്ടിരിക്കാം. പക്ഷേ എന്നാലും കുറച്ചുമ്പോൾ ഫാന് ഭയങ്കര ചൂടാണ്. പിന്നെ താഴത്തെ ചേച്ചി എന്നോട് എന്നാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ തല കുലുക്കി മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.